ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെറിയൊരു താളിയുടെ ഒരു മേക്ക് ഓവറിലോട്ടാണ് പോകുന്നത്. താളി എങ്ങനെ ചെയ്യാം എന്നുള്ളത് ഞാൻ നിങ്ങളെ വളരെ പ്രകൃതി രമണീയമായിട്ട് കാണിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമ്മുടെ ചെമ്പരത്തി പൂക്കൾ അന്വേഷിച്ച് പോവുകയാണ്. ഇലയൊക്കെ വളരെ കുറവാണെന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് നോക്കാം, ഇലയുടെ അടുത്തോട്ട് പോയി നോക്കാം. പൂക്കൾ കുറവാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വരൂ വരൂ. ഓക്കെ, പൂ വളരെ കുറവായിരുന്നു ഇന്ന്. എന്നാലും കുഴപ്പമില്ല, ഇത് നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ ഇതുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് പൂവും ഇലയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വെയിലത്ത് പൂവെല്ലാം പറിച്ച് ഞാൻ ആകെ ടയേർഡായിട്ടിരിക്കുകയാണ്. പിടിക്കേണ്ടി പോലും വന്നില്ല, അത് ഊരി വന്നിട്ടുണ്ട്. നമുക്ക് നല്ലൊരു വലിയ ബ്രാഞ്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ കൊണ്ടുപോയി ക്ലീൻ ചെയ്ത് താളിയിൽ ആഡ് ചെയ്യാം. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ചെമ്പരത്തി പൂവും അതുപോലെ നമ്മുടെ പൂക്കളും പിന്നെ കറ്റാർ വാഴ, ഒരു വാള് പോലത്തെ കറ്റാർ വാഴയും ഞാൻ ഓടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ പരിപാടി ആരംഭിക്കാം. അപ്പോൾ ഫസ്റ്റ് ഐശ്വര്യമായി ഞാൻ സ്റ്റൗ ഓണാക്കി. ഞാനിവിടെ ഒരു 1.25 ഗ്ലാസ് വെള്ളമാണ് ഈ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ നോർമൽ ഗ്ലാസ് ആണെങ്കിൽ 1.25 ഗ്ലാസ് എടുത്താൽ മതി. ഇതിപ്പോൾ വലിയ ഗ്ലാസ് ആയതുകൊണ്ടാണ് ഒരു ഗ്ലാസ് എടുത്തിട്ടുള്ളൂ. അതിൽ 1.25 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് അടുത്ത നമ്മുടെ പരിപാടി. അപ്പോൾ വെള്ളം തിളയ്ക്കുന്ന ടൈമിൽ നമുക്കിതിലോട്ട് നിറയെ തേയില ഇട്ട് കൊടുക്കാം. ഓക്കെ, തേയിലപ്പൊടി മീൻസ് നല്ല രീതിക്ക് നമ്മളൊരു കട്ടനാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. ചായ ഉണ്ടാക്കുവാണോ നിങ്ങൾ ഫസ്റ്റ് തെറ്റിദ്ധരിച്ച് കാണും. അപ്പോൾ ഇതാണ് നമ്മുടെ താളിയുടെ ഒരു മാസ്റ്റർ പീസ് സാധനം എന്ന് പറയുന്നത്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. അതിനെ തുടർന്ന് കുറച്ച് ഉലുവ, പച്ച ഉലുവ, അത് നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് നമുക്കിടാം. നമ്മൾ നേരത്തെ പറക്കിക്കൊണ്ട് വന്നിട്ടുള്ള സാധനങ്ങളെല്ലാം ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ അതിനെയൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കി സെറ്റ് ചെയ്യണം. അതാണ് അടുത്ത പരിപാടി. കറ്റാർ വാഴയുടെ ജെല്ല് മാത്രം നമുക്ക് കട്ട് ചെയ്ത് റെഡിയാക്കാം. ജെല്ല് മാത്രം ഇതിലോട്ട് ആഡ് ചെയ്യാം. ജെല്ല് വേണമെന്നില്ല, പക്ഷെ ഇപ്പോൾ ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തു. പൊതുവെ ഞാൻ തലയിൽ ഇങ്ങനെ സ്ക്രബ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മസാജ് ചെയ്യാനായിട്ടൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ഈ കറ്റാർ വാഴ. പക്ഷെ ഇന്നിപ്പോൾ കണ്ടപ്പോൾ ഇതിന് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത് നല്ല ഫ്ലെയിമിൽ ഇങ്ങനെ വയ്ക്കാം. സാധാരണഗതിയിൽ ഞാൻ ഇതിങ്ങനെ റെഡിയാക്കി തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഈ പറഞ്ഞ സാധനങ്ങളെ ഒപ്പിക്കാനായിട്ട് ഫ്രണ്ടിലോട്ട് പോകുന്നത്. അപ്പോൾ ആ സമയത്ത് ഇതിങ്ങനെ തിളച്ച് മറിഞ്ഞ് വരുമ്പോഴാണ് അയ്യോ ഇത് അടുപ്പിലിരിക്കുകയാണല്ലോ എന്ന് വിചാരിച്ച് ഓടി വരുന്നത്. പക്ഷെ ഇന്ന് നേരെ റിവേഴ്സാണ് പരിപാടി ചെയ്യുന്നത്. ഫസ്റ്റ് ഇതാണ് നമ്മൾ റെഡിയാക്കിയത്. അപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ഡാർക്ക് ഷെയ്ഡിലാണ് നമുക്കിത് വേണ്ടത്. ഇതിനെ ഒരു 15 മിനിറ്റോളം തണുക്കാൻ വയ്ക്കണം, നന്നായിട്ട് തണുക്കണം. അപ്പോൾ ഞാനിതിനെ കുറച്ച് പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിലോട്ടാണ് വെക്കുന്നത്. അത് തണുക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഈ സാധനങ്ങളൊക്കെ കഴുകി റെഡിയാക്കി സെറ്റ് ചെയ്ത് വയ്ക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം ഇതുവരെ റെഡി ആയിട്ടുണ്ട്. അതിൽ കറ്റാർ വാഴ കാണാം, അതുപോലെ നമ്മുടെ ചെമ്പരത്തി ഇലയും ചെമ്പരത്തി പൂവും ഉണ്ട്. അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന തേയിലയുടെ വെള്ളം അല്ലെങ്കിൽ കട്ടൻ ചായ നമ്മളൊന്ന് അരിച്ച് വെച്ചിട്ടുണ്ട്. അത് ലൈറ്റായിട്ട് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, കുറച്ച് മതി, ബാക്കി ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട് ലാസ്റ്റ്. അതെന്താണ് ചെയ്യുന്നതെന്ന് ലാസ്റ്റ് നമ്മളൊന്ന് ഇത് അരച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഇനി നമുക്കിതിനെ അരയ്ക്കാം. ഓക്കെ, അത് എന്തൊരു കൺസിസ്റ്റൻസിയിൽ വരുമെന്നുള്ളതാണ് അടുത്തൊരു പ്രശ്നം. ഇപ്പോൾ എടുത്ത പാത്രങ്ങളെല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. നമ്മുടെ താളി റെഡി ആയിട്ടുണ്ട്. നല്ല ഗ്രീനിഷ് ഷെയ്ഡായിട്ടാണ് ഇരിപ്പുള്ളത് സാധനം. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ തലയിൽ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യണം. അത് വേറൊന്നുമല്ല, നമ്മൾ ജസ്റ്റ് നമ്മുടെ ഏത് ഹെയർ ഓയിലാണോ യൂസ് ചെയ്യുന്നത് അത് ജസ്റ്റ് ഒന്ന് ബോയിലാക്കുക. ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തതിന് ശേഷം അത് തലയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്ത് മുടിയൊന്ന് കെട്ടി വയ്ക്കുക. അപ്പോൾ തന്നെ ഒരു റിലാക്സ്ഡ് മൈൻഡായിരിക്കും. അതിനുശേഷം നമ്മൾ ഈ പറയുന്ന പാക്ക് തലയിലോട്ട് അപ്ലൈ ചെയ്ത് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ വാഷ് ചെയ്ത് കളയാം.